ദൈവത്തിന്റെ പേരുമിട്ട് അതിന് നിരക്കാത്ത പരിപാടികളും കാണിച്ച് നടക്കുവാണല്ലോ ഈ ഗണപതിയും വിനായകനും. കാര്യം മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ദിവസം വിനായകൻ ഗോവയിൽ ഒരു കടയുടെ മുന്നിൽ നിന്ന് കടയിലെ തൊഴിലാളിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. ഇപ്പൊ ഇതാ നടൻ ഗണപതിക്കെതിരെ മദ്യലഹരിയിൽ അപകടകരമായി വാഹനം ഓടിക്കുകയും പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്തതിന് കേസ് എടുത്തിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് ഗണപതി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. തുടർന്ന് കാർ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയും നടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അത്താണി, ആലുവ എന്നിവിടങ്ങളിൽ നടന്റെ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ ഓടിച്ചുപോയി. ഇതേ തുടർന്ന് കളമശ്ശേരിയിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം ACPയുടെ വാഹനത്തിന് മുന്നിലായിരുന്നു നമ്മുടെ ഗണപതിയുടെ അഭ്യാസം മുഴുവൻ. ദേശീയപാതയിലെ ലൈനുകൾ പൊടുന്നനെ മാറി മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം ACPയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സംഭവം വാർത്തയായതോടെ സോഷ്യൽ മീഡിയയിൽ നടനെതിരെ ട്രോളുകളും പരിഹാസങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയച്ചതിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധ കമന്റുകൾ ഉയരുന്നുമുണ്ട്. കൂടാതെ വിനോദയാത്ര എന്ന സിനിമയിൽ നടൻ ഗണപതി പാടി ഹിറ്റായ പാലും പഴവും കൈകളിലേന്തി എന്ന ഗാനം ഉപയോഗിച്ചും ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലും പഴത്തിനും പകരം മദ്യം കൈകളിലേന്തിയ ഗണപതി, ഉണ്ണി ഗണപതി വളർന്നത് നാട് മുഴുവൻ അറിഞ്ഞല്ലോ എന്നിങ്ങനെയുള്ള കമന്റുകളും ഉണ്ട് ഇക്കൂട്ടത്തിൽ. എന്തായാലും തന്റെ പേരും വെച്ച് ഈ നടന്മാർ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് യഥാർത്ഥ ഗണപതി ഇപ്പോൾ തലയിൽ കൈവയ്ക്കുന്നുണ്ടാകും.